വേദിയിലിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. വിശ്വ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ കുഞ്ഞും ജനിക്കുന്നത് ദൈവം മനുഷ്യനിൽ ഇനിയും നിരാശനായിട്ടില്ല എന്ന സന്ദേശവുമായാണ്. നമ്മുടെ ഈ ചെറിയ വേദിയിൽ ഇന്ന് വിരിയുന്നത് ആ പ്രതീക്ഷയുടെ പൂക്കളാണ്. അറിവിൻ്റെ ലോകത്തേക്ക് വിരൽത്തുമ്പ് പിടിച്ച് നമ്മൾ നയിച്ച ഈ കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ സർഗവാസനകൾ വിവിധ രൂപത്തിൽ പാട്ടായി, കഥയായി, പ്രസംഗമായി, നൃത്തമായി ഒക്കെ അവതരിപ്പിക്കുന്ന ഈ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കടമ. ഏറ്റവും സ്നേഹം നിറഞ്ഞ റവറൻഡ് ഡോക്ടർ മലയപ്പറമ്പിൽ അച്ഛ ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സ്നേഹമുള്ള മലയപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛനെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ കത്തീഡ്രൽ ഫൊറോന പള്ളിയിലെ വികാരി അച്ഛനായിട്ട് അച്ഛൻ വന്നിട്ട് 2-3 ആഴ്ചകളെ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് അച്ഛന് ഏറെക്കാലം നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് ഡയറക്ടറായിരുന്നു. അതിനുശേഷം അച്ഛന് എഞ്ചിനീയറിംഗ് കോളേജിലെ അതിൻ്റെ ചുമതല വഹിക്കുന്ന ആളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വികാരി ജനറൽ ആയിരുന്ന ആ സ്ഥാനം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഇപ്പോൾ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലെ വികാരിയച്ഛനായിട്ട് സ്ഥലം മാറി വന്നിരിക്കുകയാണ്. അച്ഛന് ഈ വർഷം സ്ഥലം മാറി നമ്മുടെ പള്ളിയിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഒത്തിരി എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇടവകയിലായിരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾക്കാണ്, അവരുടെ വിശ്വാസ പരിശീലനത്തിനാണ്. കാരണം വളർന്നു വരുന്ന കുട്ടികൾ നന്മയിലും വിശ്വാസത്തിലും വളർന്നു വന്നെങ്കിൽ മാത്രമേ നല്ലൊരു ഭാവി തലമുറയെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ വാക്കുകൾ ഓർത്തുകൊണ്ട് ഞാൻ ഈ ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ അച്ഛൻ ഒരു മടിയും കൂടാതെ വരാമെന്ന് സമ്മതിച്ചു. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ പരിപാടി ഞങ്ങൾക്കും ഈ പേരൻസിനും ഭയങ്കര സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. എന്നാലും ഒരുപക്ഷെ ഇത്രയും സമയം ഇരിക്കുമ്പോഴൊക്കെ ഒരു മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും അതെല്ലാം ഓർക്കാതെ അച്ഛൻ വരാമെന്ന് സമ്മതിച്ചു. അച്ഛൻ ഈ വലിയ മനസ്സിന്, നല്ല മനസ്സിന് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റർ റോസ്മിൻ ചെരുവപ്പറമ്പിൽ നമ്മുടെ ഈ മീറ്റിങ്ങിന് ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് സിസ്റ്റർ റോസ്മിനാണ്. റോസ്മിൻ സിസ്റ്റർ ഞങ്ങളുടെ SH കോൺഗ്രിഗേഷൻ്റെ വിഘർ പ്രൊവിൻഷ്യലാണ്. പ്രൊവിൻഷ്യൽ അമ്മ ഇവിടെ ഇല്ല. അമ്മയുണ്ടെങ്കിൽ അമ്മ വന്നിരുന്നേനെ. എങ്കിലും അമ്മ പ്രത്യേകം കാര്യമായിട്ട് പറഞ്ഞു റോസ്മിനാണ് അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. അപ്പം റോസ്മിൻ സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ റോസ്മിൻ സിസ്റ്റർ ഒരു മടിയും കൂടാതെ ഇപ്പോൾ നമ്മുടെ വേദിയിൽ വരാമെന്ന് സംബന്ധിച്ചു. റോസ്മിൻ സിസ്റ്റർ വലിയൊരു മനസ്സിൻ്റേതും വലിയൊരു അറിവിൻ്റെയൊക്കെ ഉടമയാണ്. കാരണം കാനൻ ലോയിൽ റോമിൽ പോയി പഠിച്ച് ഡോക്ടറേറ്റ് നേടി ഇപ്പോൾ സിസ്റ്റർ ഇവിടെ ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ ഇവാഞ്ചലൈസേഷൻ്റെ ഉടമ നിർവഹിക്കുന്ന. ഒപ്പം തന്നെ ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ സിസ്റ്റർ പഠിപ്പിക്കുന്നുണ്ട്. പിള്ളേരെ, വൈദിക വിദ്യാർത്ഥികളെ, PhD ഒക്കെ പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തിരക്കുള്ള സിസ്റ്റർ റോസ്മിൻ സിസ്റ്റർ ഒരു മടിയും കൂടാതെ കുട്ടികളുടെ പരിപാടിയിൽ വരാമെന്ന് പറഞ്ഞു, അധ്യക്ഷപദം അലങ്കരിക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ചു. സ്നേഹമുള്ള സിസ്റ്റർ റോസ്മിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലറായ ടോം ജോസ് വട്ടമല ടോമിൻ്റെ കൊച്ചിവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങളോട് ഇപ്പോൾ നഴ്സറിയിലെ കാര്യങ്ങൾക്കല്ലാതെ പള്ളിയിലെ കാര്യങ്ങൾക്ക്, ഏത് കാര്യങ്ങൾക്കും എപ്പോൾ സമീപിച്ചാലും ഒരു മടിയും കൂടാതെ ഞങ്ങൾക്ക് മാത്രമേ എല്ലാവർക്കും സംലഭ്യനായി സേവനനിരതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടോം. സ്നേഹമുള്ള ടോം ജോസെ ഇത്ര സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞു വെച്ചുള്ളതുകൊണ്ട് പറയി പോയിരിക്കുക. അടുത്തതായി ഒരു ടീച്ചറുണ്ട്. പിള്ളേരുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഒരു ടീച്ചർ, ഒരു കൊച്ചിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. ആ ടീച്ചർ സുബി തോമസ്. ടീച്ചറിൻ്റെ വീട് പൂവർണിയിലാണ്. ടീച്ചർ പഠിപ്പിക്കുന്നത് കൊഴുവിനാൽ സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപികയാണ്. ഞങ്ങളോട് ഒത്തിരി ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ഉള്ള സമയത്ത് ഒത്തിരി സ്നേഹത്തോടെ വളരെ എളിമയോടെ നല്ലൊരു വീട്ടമ്മയുടെയും നല്ലൊരു ടീച്ചറിൻ്റെയും നല്ലൊരു കൂട്ടുകാരുടെയൊക്കെ സ്നേഹവും സൗഹൃദവും ഞങ്ങൾക്ക് തന്നുകൊണ്ട് എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരുന്ന ഒരു വ്യക്തിയാണ്. ആ ടീച്ചറിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ
2 വാക്ക് പറഞ്ഞ് ആശംസ പറയുന്നതിനായി സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക്. അടുത്തതായി എൻ്റെ കോൺവെൻറ്റിലെ മറ്റ് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, മദർ വന്നിട്ടുണ്ട്. മദറിനെയും സ്നേഹമുള്ള അമ്മമാരെയും സിസ്റ്റേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ചേച്ചി സിസ്റ്ററിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളുടെ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ളതാണ് ഈ നഴ്സറി സ്കൂള്. അതിന് ചുമതല വഹിക്കുന്ന സിസ്റ്റർ മെർലിൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സിസ്റ്റർ മെർലിനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഏറ്റവും അധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങളെയാണ്. നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ ഈ സ്കൂളിൽ വിടാൻ മനസ്സ് കാണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ പരിപാടി ഏറ്റവും ആകാംക്ഷയോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നറിയാം. കാരണം ഞങ്ങളുടെ 2.5 വയസ്സ് മുതലുള്ള ജിയന്ന കൊച്ചു മുതൽ ഒരു 63 കുട്ടികൾ ഈ വേദിയിൽ നിന്ന് കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ നിങ്ങളെ ഞങ്ങളോട് എന്നും സ്നേഹവും സൗഹൃദവും സഹകരണവും എല്ലാം കാണിക്കുന്ന നല്ല മാതാപിതാക്കളാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എൻ്റെ സഹപ്രവർത്തകരായ സ്നേഹ ടീച്ചറുണ്ട്, എൻ്റെ അനു സിസ്റ്ററുണ്ട്, ജിജി ആൻറ്റി, പിള്ളേരുടെ ജിജി ആൻറ്റി. ഞങ്ങൾ 4 പേരാണ് നഴ്സറിയിലുള്ളത്. ഞങ്ങൾ 4 പേരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സൗഹൃദത്തോടെ എല്ലാ കാര്യങ്ങളും നന്നായി അധ്വാനത്തോടെ ചെയ്യുന്ന ഞങ്ങൾ 4 പേരുമാണ്. എന്നോടൊപ്പമുള്ള മറ്റ് 3 പേരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ വേദിയിലിരുന്ന് ഡാൻസ് പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചറുണ്ട്, അജി ടീച്ചർ നമ്മുടെ ഇടവകക്കാരിയാണ്. ടീച്ചർ ഒത്തിരി ഡിഗ്രിയുടെയൊക്കെ ഉടമയാണ്. കാരണം MSc ഡബിൾ MScക്കാരിയാണ്. ടീച്ചർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വേണ്ടെന്ന് വെച്ച് ടീച്ചർ ഈ ഡാൻസിനോടുള്ള സ്നേഹം കൊണ്ട് ടീച്ചർ ആ വേദിയാണ് ഇപ്പോൾ ആ തൊഴിൽ രംഗമാണ്, അല്ല ആ രംഗമാണ് ടീച്ചർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളോട് ഒത്തിരി സ്നേഹവും സൗഹൃദവും ഒക്കെ കാണിക്കുന്ന ടീച്ചർ അജി ടീച്ചറിനെ കാണും നിങ്ങൾ. അജി ടീച്ചറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ലൈറ്റും സൗണ്ടും ഒക്കെ ചെയ്യുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്, അവരെയും. അതുപോലെ പ്രത്യേകം ഞാൻ വീഡിയോ പിടിക്കുന്ന അമലിനെ ഞാൻ പണ്ട് നഴ്സറി പഠിപ്പിച്ച അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അമൽ ഇവിടെ ഇരിപ്പുണ്ട്. അമലിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അവരെ എല്ലാം സ്നേഹത്തോടെ. പിന്നെ ആങ്കറിങ് പറയുന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അന്നു. ജൂണ സിസ്റ്റർ ഇവിടുത്തെ വിദ്യാർത്ഥിനിയാണ്, നഴ്സറി ട്രെയിനിങ് പഠിക്കുന്ന കൊച്ചാണ്. പിന്നെ PPTT പ്രിൻസിപ്പൾ ലിസ ടോമസ് സിസ്റ്ററിൻ്റെ കൂടെയുള്ള മറ്റ് സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സമീപ സ്ഥാപനങ്ങളിലെ ടൈലറിങ് സെൻറ്ററിലെ അധ്യാപകരും സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു.